രാവിലെ ജ്യോതി ടീച്ചറെ കണ്ടപ്പോൾ അറിയാൻ കഴിഞ്ഞു ഇന്ന് അംഗനവാടിയിലെ ക്രിസ്മസ് ആഘോഷമാണെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ രണ്ടാളെയും കുളിപ്പിച്ച് റെഡിയാക്കി അംഗനവാടിയിലേക്ക് നടന്നു. തൊപ്പിയൊക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അതേതായാലും ഉപകാരമായി. രണ്ടാളും ക്രിസ്മസ് തൊപ്പിയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തിൽ അംഗനവാടിയിലേക്ക് പോയി. അംഗനവാടിയിലെത്തിയപ്പോൾ എല്ലാവരും മുറ്റത്തുണ്ട്, ചെറിയ രീതിയിലുള്ള അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും പുറത്ത് ആഘോഷത്തിൻ്റെ തിരക്കിലായപ്പോൾ ഗയാൽസ് രണ്ടാളും ഉള്ളിലേക്ക് കയറി. പിന്നെ അവർ അവരുടേതായ കളി തുടങ്ങി. അമ്മയെ ഊരട്ടെ എന്ന് സമ്മതവും ചോദിച്ച് ഊരൽ തുടങ്ങി. ഓ ഊരിക്കോ. ആ പിന്നെ അവിടെ സുന്ദരനായ ഒരു കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ഗയാൽസ് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ശേഷം കേക്ക് മുറിയാണ്. കൊച്ചു കുട്ടികളൊക്കെ കേക്കിനായിട്ട് ആകാംക്ഷയിൽ കാത്തു നിൽക്കുകയാണ്. ഓണം വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും നോമ്പ് തുറയൊക്കെ വരുമ്പോഴൊക്കെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ. എല്ലാവരും ഒരുമിച്ച് അത് ആഘോഷിക്കുന്നു. അതിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പം ഗയാൽസിന് ഇപ്പോൾ എന്താണ് ക്രിസ്മസ് എന്ന് പോലും അറിയില്ല, എങ്കിലും ഈ ചെറിയ ചെറിയ കുട്ടികളുടെ കൂടെയൊക്കെ അവരും ആഘോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് അവരെയും കൊണ്ടുവന്നതാണ്. ഇത് കൊച്ചു കുട്ടികൾ ഒരുക്കിയ പുൽക്കൂടൊക്കെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗയാൽസിനെ പുൽക്കൂടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. കാരണം ഇവരിത് കൈകാര്യം ചെയ്താലുള്ള അവസ്ഥ ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അവർ ഓരോന്നിനെ എടുത്ത് എന്താണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ശേഷം പായസം, നല്ല സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പം പായസം കിട്ടിയതും ഗയാൽസ് എന്താ പറയുക, ഇരട്ടി സന്തോഷം എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടുപേരും മാറി മാറി പായസം കുടിച്ചു തുടങ്ങി. ഈ പായസവും കേക്കും ഒക്കെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. അമ്മമാരുണ്ടായിരുന്നു, അവരുടെ സഹോദരങ്ങളുണ്ടായിരുന്നു, പിന്നെ ഈ കൗമാരപ്രായക്കാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. പായസവും കേക്കും പോലെ മധുരവും മനോഹരവുമായൊരു ദിവസം ഗയാൽസിനും കിട്ടി.